ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 71. കേശിവധുവും വ്യോമാസുരവധുവും. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. യജ്ഞേഷു സർവശ്വപി നാവകേശി കേശി ഭോജേഷിതുൻ ഇഷ്ടബന്ധുഃ ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജ വ്യാജിരൂപ. അന്വയം. അർത്ഥം. സർവേഷു എല്ലാം, യജ്ഞേഷു പ്രയത്നങ്ങളിലും, നാവകേശി ഫലമുണ്ടാക്കുന്നവൻ, ഭോജേഷിതു ഭോജരാജാവായ കംസന്റെ ഇഷ്ടബന്ധു പ്രിയതോഴൻ ആയ, സഹ ആ കേശി കേശി എന്ന അസുരൻ, ത്വം വിഷ്ണുവായ അങ്ങ്, സിന്ധുജാവാപ്യ സിന്ധുജയ്ക്ക് പ്രാപിക്കുവാൻ യോഗ്യൻ, ഇതി പ്രകാരം, മത്വ ഇവ വിചാരിച്ചിട്ടെന്ന പോലെ, സിന്ധുജവാജി രൂപ കുതിരയുടെ രൂപമെടുത്ത, സംപ്രാപ്തവാൻ വന്നെത്തി. ഹരിവു. സാരം: ഏത് ദുഷ്കർമ്മവും ചെയ്ത് സഫലമാക്കാൻ കഴിയുന്നവനും കംസന്റെ പ്രിയബന്ധുവുമായ കേശി എന്ന അസുരൻ അങ്ങ് സിന്ധുജാവാപ്യനാണെന്നറിഞ്ഞ് സിന്ധുജ വാജിരൂപമെടുത്ത് അങ്ങയുടെ അടുക്കലെത്തി. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. ഗന്ധർവദാമേഷഗതോഭിരൂക്ഷൈ നാദൈ സമുദ്യോജിത സർവലോക ഭവന്വിലോകാവതി ഗോപവാണിം പ്രമർദ്യ പാപാ പുനഃ ആവദത്വാം. അന്വയം. അർത്ഥം. പാപിയായ ഏഷ ഇവൻ, ഗന്ധർവതാം ഗന്ധർവഭാവം കുതിരയുടെ വഴിവ്, ഗത അഭി പ്രാപിച്ചെങ്കിലും, രൂക്ഷൈ കഠിനങ്ങളായ, നാദൈ അലർച്ചകൾ കൊണ്ട്, സമുദ്യോജിത സർവലോകത്തിനും ഭയമുണ്ടാക്കുന്നവനായി, ഭവദ്വിലോകാവധി അങ്ങ് കണ്ടെത്തുന്നതുവരെ ഗോപവാടത്തെ, പ്രമർദ്യ മതിച്ചിട്ട്, പുന പിന്നീട്, ത്വാം അങ്ങയെ, ആപദർ നേരെ ചാടി വീണു. ഹരിവു. സാരം: ക്രൂരനായ കേശി ഗന്ധർവത്വത്തെ പ്രാപിച്ചവനെങ്കിലും ഭയാനകമായ ശബ്ദം കൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തി അങ്ങയെ കണ്ടെത്തുന്നതുവരെ ഗോകുലവാസികളെ എല്ലാം മർദ്ദിച്ച് അങ്ങയെ കണ്ടുമുട്ടിയോൾ നേരെ ചാടി വീണു. ഹരിവോ.